നാം നമ്മുടെ ഓർമ്മയുടെ അനുഗ്രഹിക്കപ്പെട്ട വസ്തുവിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം രണ്ടാമതായി ക്രിസ്തുവിനെ സ്നേഹത്തോടെ ഓർക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയാം. സ്നേഹമൊരിക്കലും എന്ത് തിരികെ കിട്ടുമെന്ന് ചോദിക്കാറില്ല. സ്നേഹമൊരിക്കലും എന്ത് ഗുണം ലഭിക്കുമെന്നും അന്വേഷിക്കാറില്ല. സ്നേഹം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിസ്വാർത്ഥമായ ഒന്നാണ്. സ്നേഹം സ്നേഹിക്കുന്നവൻ്റെ കാരണത്താലാണ് സ്നേഹിക്കുന്നത്, മറ്റു കാരണങ്ങളൊന്നുമില്ല. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ എന്തെങ്കിലും യുക്തി ആവശ്യമില്ല. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ യുക്തി ആവശ്യമില്ലാത്തതുപോലെ താൻ അത് ചെയ്യുന്നത് അമ്മയുടെ സ്വഭാവം അതാണ് എന്നതുകൊണ്ടാണ്. വീണ്ടും ജനനം പ്രാപിച്ചവൻ ക്രിസ്തുവിനെ സ്നേഹിക്കണം. അതിൽ നിന്ന് ഒഴിവാകാനാകില്ല. യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ സൗന്ദര്യത്തിന് എതിർ നിൽക്കുവാൻ ആർക്കാണ് കഴിയുക? അവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ലാവണ്യമേറിയവരിൽ ഏറ്റവും സ്നേഹനിധിയുമാണ്. സൗന്ദര്യത്തിൻ്റെ കണ്ണാടി, രാജകീയ പ്രൗഢിയുള്ള ദൈവപുത്രൻ, ഈ പൂർണ്ണതയുടെ രാജകുമാരനെ ആരാണ് ആരാധിക്കുവാൻ വിസമ്മതിക്കുക? എന്നിരുന്നാലും ക്രിസ്തുവിനെ ഓർക്കുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ ഒന്ന് നോക്കുന്നതിൽ ഉപകാരമുണ്ടാകും. കാരണം അവ കുറവോ ചെറുതോ അല്ല. ആദ്യമായി, ക്രിസ്തുവിനെ ഓർക്കുന്നത് നിങ്ങൾ പാപഭാരത്തിൽ വലഞ്ഞു പോകുമ്പോൾ അത് നിങ്ങൾക്ക് പ്രത്യാശ നൽകും. നമുക്ക് ചില ആളുകളെ ശ്രദ്ധിക്കാം. ഇവിടെ ഒരുവൻ വരുന്നു. അവനെ നോക്കൂ. കഴിഞ്ഞ 1 മാസമായി അവൻ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ ശരിയായി ദിവസഭക്ഷണം പോലും കഴിക്കാത്തതുപോലെയാണ്. എന്താണ് നിന്റെ പ്രശ്നം? അവൻ പറയുന്നു, അയ്യോ, ഞാൻ എൻ്റെ പാപബോധത്തിൽ പിടിപെട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും എൻ്റെ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നു. എനിക്ക് ഒരിക്കലും ക്ഷമ ലഭിക്കില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നെക്കുറിച്ച് ഞാൻ ഒരു കാലത്ത് നല്ലവനാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലാക്കി എൻ്റെ ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടവും ദുഷ്ടതയുമുള്ളത്. ഞാൻ നവീകരണത്തിന് ശ്രമിച്ചു, പക്ഷേ ഞാൻ കൂടുതൽ ചെളിയിലേക്ക് പതിക്കുകയാണ്. എനിക്ക് ഒരാശയുമില്ല. ഞാൻ കരുണ അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം എന്നെ നശിപ്പിക്കുമെന്നാണ് എൻ്റെ വിചാരം. കാരണം ദൈവം പ്രസ്താവിച്ചിരിക്കുന്നു, പാപം ചെയ്യുന്ന പ്രാണൻ മരിക്കും. ആകയാൽ ഞാൻ മരിക്കണം. ഞാൻ ശാപത്തിൽ പതിക്കും. കാരണം ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ലംഘിച്ചു. അത്തരമൊരുവനെ നിങ്ങൾ എങ്ങനെ ആശ്വസിപ്പിക്കും? അവൻ്റെ സമാധാനത്തിനായി എന്ത് മധുരവാക്കുകൾ നിങ്ങൾ ആവർത്തിക്കും? എനിക്കറിയാം. ക്രിസ്തുവിനെ ഓർക്കുവാൻ ഞാൻ അവനോട് പറയും, നിന്റെ എല്ലാ ദുരിതത്തിൻ്റെയും കടങ്ങൾ കൊടുത്തു വീട്ടിയ ഒരുവനുണ്ട്. അതെ, മദ്യപാനിയോട് പറയുന്നു, ശപഥം ചെയ്യുന്നവനെ, ഏതുതരം പാപിയായിരുന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരാളുണ്ട് നിങ്ങൾക്കായി പ്രായശ്ചിത്തം നടത്തിയവൻ. നിങ്ങൾ അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ നിങ്ങൾ എന്നേക്കുമായി സുരക്ഷിതനാണ്. അവനെ ഓർക്കൂ. മരണത്തിനരികിലെത്തിയ വ്യക്തിയെ, പ്രത്യാശയില്ലാത്തവരെ നിങ്ങൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ പാടും. വിശ്വസിച്ച ആ മനുഷ്യൻ ആവേശത്തോടെ വിളിച്ചു പറയും, സകല ഭക്തന്മാരുമേ, വന്നു കേൾക്കുവിൻ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഇത് പാപികളോട് പറയുവിൻ, ഞാൻ നരകത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തിങ്ങിയ മേഘം പോലത്തെ എൻ്റെ പാപങ്ങൾ മായ്ച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ സ്മരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഒരു അനുഗ്രഹം ഇതാണ്. പാപബോധത്തിൽ കഴിയുന്നവർക്ക് ഇത് പ്രത്യാശ നൽകുന്നു. ദൈവത്തിൻ്റെ കരുണ ഇപ്പോഴും ലഭ്യമാണെന്ന് പാപത്തിൻ്റെ കീഴിൽ ആശയില്ലാതെ ജീവിക്കുന്നവരോട് പറയുന്നു. ഇപ്പോൾ മറ്റൊരു വ്യക്തിയെയാണ് ഞാൻ പരിഗണിക്കേണ്ടത്. അവൻ എന്താണ് പറയുന്നത്? എനിക്കിനി അത് സഹിക്കാനാകുന്നില്ല. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനാൽ ഉപദ്രവിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും ചെയ്യുന്നു. അപഹാസത്തിനും നിന്ദയ്ക്കും ഇരയാകുന്നു. ഞാൻ അതിനെ സഹിക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധ്യമാകുന്നില്ല. ഒരു മനുഷ്യൻ എത്രയും സഹിച്ചാലും അവനൊരു മനുഷ്യനാണ്. ഒരു പാമ്പിനെ ചവിട്ടുമ്പോൾ അത് തിരിച്ചു കടിക്കും. എൻ്റെ സഹനശക്തി മുഴുവൻ തകർന്നു പോയിരിക്കുന്നു. എന്നോട് സഹനശീലം കാണിക്കൂ എന്ന് ഉപദേശിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം എനിക്കിനി സഹനശക്തിയില്ല. എൻ്റെ ശത്രുക്കൾ എന്നെ അപവാദം പറയുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ പാവപ്പെട്ടവനോട് എന്ത് പറയും? എങ്ങനെ അവന് സഹനശീലം കൊടുക്കും? നാം എന്ത് അദ്ദേഹത്തോട് പ്രസംഗിക്കും? അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾ കേട്ടു. ഈ വലിയ പരീക്ഷണത്തിന് മുന്നിൽ നാം എന്ത് ആശ്വാസവാക്ക് പറയും? നമുക്കും ഇതേപോലെ സഹിക്കേണ്ടി വന്നാൽ ഒരു സുഹൃത്തിൽ നിന്ന് എന്ത് ആശ്വാസം ആഗ്രഹിക്കും? അവനോട് മറ്റുള്ളവരും ഇതേ ദുരിതം അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയാമോ? അവൻ പറയും, നിങ്ങളെല്ലാവരും ദുഃഖകരമായ ആശ്വാസകന്മാരാണ്. അതിനാൽ ഞാൻ അവനോട് പറയും, സഹോദരാ, നീ ഉപദ്രവിക്കപ്പെട്ടാലും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓർക്കുക. ആ നാളിൽ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്.
അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എൻ്റെ സഹോദരാ, അവനെ ചിന്തിക്കുക. താൻ മരിക്കുമ്പോൾ തൻ്റെ കൊലപാതകികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അവൻ്റെ മഹത്തായ കഷ്ടാനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ സഹിക്കേണ്ടത് ഒന്നുമില്ല. ധൈര്യപ്പെടുക, വീണ്ടും ധീരനായി നേരിടൂ. ഒരിക്കലും തോൽക്കരുത്. നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടുത്താതിരിക്കുക. ദിവസം തോറും നിങ്ങളുടെ ക്രൂശ് എടുക്കുകയും ക്രിസ്തുവിനെ പിന്തുടരുകയും ചെയ്യുക. അവനെ നിങ്ങളുടെ ആദർശമാക്കുക. അവനെ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വയ്ക്കുക. ഇപ്പോൾ ഇത് സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുക. അവൻ നിങ്ങളോട് പറയും, പീഡനങ്ങളെ അഭിവാദനം, അപമാനമേ സ്വാഗതം. യേശുവിന് വേണ്ടിയുള്ള അപമാനം എൻ്റെ ബഹുമാനവും അവഹേളനങ്ങൾ എൻ്റെ ഉയർന്ന മഹിമയും ആയിരിക്കും. ഇപ്പോൾ സ്നേഹത്തിനാൽ ഞാൻ അവൻ്റെ നാമം വഹിക്കും. എൻ്റെ ലാഭം നഷ്ടമായി ഞാൻ കരുതുന്നു. എൻ്റെ എല്ലാ നാണക്കേടിലും ഞാൻ അവജ്ഞ ചൊരിയുന്നു. എൻ്റെ മഹത്വത്തെ അവൻ്റെ ക്രൂശിൽ ആണിയായി തറയ്ക്കുന്നു. ക്രിസ്തുവിനെ ഓർമ്മിക്കുന്നതിൻ്റെ മറ്റൊരു ഫലമാണിത്. കഷ്ടതകളിൽ ക്ഷമ നൽകുന്നു. അത് നമ്മുടെ വിശ്വാസം അവസാനം വരെ നിലനിൽക്കുന്നതിന് ഒരു കട്ടിയുള്ള ബന്ധനം പോലെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നമുക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ സമയം കൂടുതലായി എടുത്തുപോകും. അതിനാൽ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ മാത്രമേ ഞാൻ പരാമർശിക്കൂ. അത് നമുക്ക് പരീക്ഷകളിൽ ശക്തി നൽകും. എല്ലാ മനുഷ്യനും ഒരിക്കലെങ്കിലും ഭയാനകമായ പരീക്ഷയുടെ സമയങ്ങൾ നേരിടേണ്ടി വരും എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. കടലിലുള്ള എല്ലാ കപ്പലും ചിലപ്പോഴെങ്കിലും കൊടുങ്കാറ്റുമായി പോരാടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ കപ്പൽ ഭ്രാന്തമായ തിരകളാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തിരമാലകളാൽ അത് ആടി ഉലയുന്നു. കാറ്റ് അതിനെ പരിഹസിക്കുന്നു. പഴയ സമുദ്രം കപ്പലിനെ തൻ്റെ നനഞ്ഞൊലിക്കുന്ന കൈകളാലെടുത്ത് പ്രകമ്പനം കൊള്ളിക്കുന്നു. നാവികർ പേടിച്ച് നിലവിളിക്കുന്നു. നിങ്ങൾക്കറിയാമോ, സമുദ്രത്തിൽ എണ്ണ ഒഴിച്ച് അതിനെ എങ്ങനെ ശാന്തമാക്കാമെന്ന്? അതിന് ഒരൊറ്റ ശക്തമായ വാക്കു മതിയാകും. ക്രിസ്തു വരട്ടെ. ദുഃഖിതമായ ഹൃദയം യേശുവിനെ ഓർക്കട്ടെ. അപ്പോൾ കപ്പൽ സ്ഥിരതയോടെ പോയിക്കൊണ്ടിരിക്കും. കാരണം ക്രിസ്തുവാണ് ചുക്കാൻ പിടിക്കുന്നത്. കാറ്റുകൾ വീണ്ടും പ്രഹരിക്കത്തില്ല. കാരണം ക്രിസ്തു അവയോട് തങ്ങളുടെ ശക്തിയായ വായടയ്ക്കാൻ ഉത്തരവിടും. തൻ്റെ പൈതലിനെ ഒരിക്കലും ശല്യപ്പെടുത്തരുതെന്ന് പറയും. പരീക്ഷണങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നതും കൊടുങ്കാറ്റിനെ തരണം ചെയ്യാനുള്ള സഹായം ലഭിക്കുന്നതുമായ മറ്റൊന്നുമില്ല ജഡാവതാരമെടുത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. വീണ്ടും ക്രിസ്തുവിൻ്റെ നാമം രോഗശയ്യയിൽ എത്ര ആശ്വാസം നൽകും. നിങ്ങളെ കാത്തിരിക്കുന്നവരോട് ക്ഷമ കാണിക്കാനും നിൻ്റെ മേൽ വരുന്ന കഷ്ടതകൾ സഹിക്കുവാനും അത് നിങ്ങളെ സഹായിക്കും. അതെ, അത് നിന്നോട് കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ആരോഗ്യത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രത്യാശ രോഗാവസ്ഥയിൽ ഉണ്ടാകുകയും ദുഃഖത്തിനിടയിലും അനുഗ്രഹിക്കപ്പെട്ട മാധുര്യത്വം അനുഭവപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങളുടെ വായിൽ വിനാഗിരി രുചിക്കുന്നതിന് പകരം നിങ്ങൾ തേൻ മധുരത്തിനായി കണ്ടെത്തും. ദൈവം നിങ്ങൾക്കുമേൽ തന്നിരിക്കുന്ന പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ അവൻ രാത്രിയിൽ സ്തോത്രഗീതങ്ങൾ നൽകുന്നു. ക്രിസ്തുവിനെ ഓർമ്മിക്കുന്നതിനാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്ന സ്ഥലം അറിയാമോ? അവനെ ആലോചിക്കുന്നതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുക എവിടെയായിരിക്കുമെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ശാന്തം, മൗനം പാലിക്കുക. നിങ്ങൾ മുകളിലേക്ക് കയറി ഒരൊറ്റപ്പെട്ട മുറിയിലേക്കാണ് പോകുന്നത്. ജനാലയുടെ കർട്ടൻ താഴ്ന്നു കിടക്കുന്നു. ആരോ അവിടെ നിന്ന് കരയുന്നു. കുട്ടികളും സുഹൃത്തുക്കളും കിടക്കയ്ക്ക് ചുറ്റുമുണ്ട്. കിടക്കയിൽ കിടക്കുന്ന ആ മനുഷ്യനെ കാണുന്നുണ്ടോ? അത് നിങ്ങൾ തന്നെയാണ്. അവനെ നോക്കൂ. അവൻ്റെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകളാണ്. അവൻ്റെ കൈകൾ നിങ്ങളുടെ കൈകളാണ്. അത് നിങ്ങൾ തന്നെ. നിങ്ങളും ഉടൻ അവിടെ എത്തും. മനുഷ്യ, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? അത് നിങ്ങളുടെ തന്നെ ചിത്രമാണ്. അവയാണ് മരണത്തിൽ ഉടൻ അടയ്ക്കപ്പെടുന്ന നിങ്ങളുടെ കണ്ണുകൾ, നിശ്ചലമായി കിടക്കുന്ന നിങ്ങളുടെ കൈകൾ, ഉണങ്ങിയും വരണ്ടും കിടക്കുന്ന നിങ്ങളുടെ ചുണ്ടുകൾ. അതിൽ അവർ വെള്ളത്തിൻ തുള്ളികൾ ഒഴിക്കും. അവയാണ് മരിക്കുന്ന നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് മന്ദഗതിയിൽ പുറത്തു വരുന്ന വാക്കുകൾ. നിങ്ങൾക്ക് അവിടെ ക്രിസ്തുവിനെ ഓർമ്മിക്കുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശ്ചര്യമുണ്ട്. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിവരിക്കാം. ഇനി ഈ മനുഷ്യനെ നോക്കൂ. കിടക്കയിൽ നേരെ എഴുന്നേറ്റിരിക്കുന്നവനെ. അവൻ്റെ കണ്ണുകൾ കൺകുഴിയിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ. സുഹൃത്തുക്കളെല്ലാം ഭയക്കുന്നു. അവർ അവനോട് അവൻ എന്താണ് കാണുന്നതെന്ന് ചോദിക്കുന്നു. അവൻ ഭാവം മറിച്ച് ഒന്നും കാണുന്നില്ല എന്ന് അവൻ പറയുന്നു.
എന്നാൽ അവർക്കറിയാം അവൻ്റെ കണ്ണിന് മുന്നിൽ എന്തോ കാണപ്പെടുന്നതായി. അവൻ വീണ്ടും തുടങ്ങുന്നു, ദൈവമേ, ഞാൻ എന്താണ് കാണുന്നത്? ഞാൻ എന്തു കാണുന്നു? ഓ, ഒരു നെടുവീർപ്പ്! ആത്മാവ് പുറപ്പെട്ടിരിക്കുന്നു, ശരീരം അവിടെ കിടക്കുന്നു. അവൻ എന്താണ് കണ്ടത്? അവനൊരു ജ്വലിക്കുന്ന ന്യായപീഠം കണ്ടു. അവൻ അതിലിരിക്കുന്ന ദൈവത്തെ കണ്ടു, തൻ്റെ ചെങ്കോലുമായി. അവൻ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നത് കണ്ടു, ദൈവത്തിൻ്റെ സിംഹാസനം കണ്ടു. അവനെ അടിച്ചു വീഴിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന വാളുമായി ഒരു ദൂതനെ കണ്ടു. മനുഷ്യ, അത് നിങ്ങൾ തന്നെയാണ്. കുറച്ചു നാളുകൾക്കുള്ളിൽ നിങ്ങൾ അവിടെ ആയിരിക്കും. ഞാൻ നിങ്ങളുടെ ഛായാചിത്രമാണ് വരച്ചത്. ജീവിതത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ ചില വർഷങ്ങൾക്ക് ശേഷം എത്തുന്നത്, കുറച്ച് നാളുകൾക്കുള്ളിൽ. പക്ഷേ നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഓർമ്മിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ കഷ്ടപ്പാടുകളിൽ പോലും ചിരിക്കും. അത്തരമൊരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് ചിത്രീകരിക്കാം. അവർ അവൻ്റെ പിന്നിൽ തലയിണകൾ വയ്ക്കുന്നു. അവൻ കിടക്കയിലിരുന്ന് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൈ പിടിച്ച് പറയുന്നു, വിടവാങ്ങാം, എന്നെ ഓർത്ത് കരയണ്ട. കരുണാമയനായ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവനെ ചുറ്റി നിൽക്കുന്നവരോട് അവൻ പറയുന്നു, നിങ്ങളുടെ ദൈവത്തെ നേരിടാൻ തയ്യാറാകൂ. അനുഗ്രഹത്തിലെ ദേശത്തിലേക്ക് എന്നെ അനുഗമിക്കൂ. അപ്പോൾ അവൻ തൻ്റെ ഭവനം ക്രമപ്പെടുത്തി കഴിഞ്ഞു. എല്ലാം പൂർത്തിയായി. അവരെ നോക്കൂ, യാക്കോബ് എന്ന നന്മയുള്ള വയോധികനെ പോലെ അവൻ തൻ്റെ ഊന്നുവടിയിൽ ഊന്നി മരണമുഖത്തു നിൽക്കുന്നു. അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നു. അവൻ കൈയടിക്കുന്നു. ചുറ്റുമുള്ളവർ അവൻ പറയുന്നത് കേൾക്കാൻ ഒത്തുകൂടുന്നു. അവൻ മന്ദമായി പറയുന്നു, വിജയം. കുറച്ച് കൂടുതൽ ശക്തി ചേർത്ത് വീണ്ടും ഉരയ്ക്കുന്നു, വിജയം. അവൻ്റെ അവസാന ശ്വാസത്തോടെ ഞങ്ങളെ സ്നേഹിച്ചവനിലൂടെ വിജയം എന്ന് പ്രഖ്യാപിച്ച് അവൻ മരിക്കുന്നു. ഇതാണ് ക്രിസ്തുവിനെ ഓർമ്മിക്കുന്നതിലൂടെ ലഭിക്കാവുന്ന മഹത്തായ അനുഗ്രഹങ്ങളിലൊന്ന്. മരണത്തെപ്പോലും ശാന്തിയോടെ നേരിടാൻ കഴിയുക.